നല്ല ഹെൽത്തി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ റാഗി ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ കണ്ടു റാഗി ഇഡ്ഡലി. നമ്മളതിന് വേണ്ടത് റാഗിയാണ്. അപ്പോൾ 1 ഗ്ലാസ് അളവിലാണ് ഞാൻ എടുക്കുന്നത്. 1 ഗ്ലാസ് അളവിൽ റാഗി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് പച്ചരി, അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ ആ അരി. അപ്പോൾ അത് പച്ചരി അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി ഏതാ നിങ്ങളുടെ ഇഷ്ടത്തെടുത്തോളൂ. അത് 1/2 ഗ്ലാസ്. 1/4 ഗ്ലാസ് ഉഴുന്ന്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുതിരാനായിട്ട് 4-5 മണിക്കൂർ വെക്കാം കേട്ടോ. അപ്പോൾ ആ വെള്ളം നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒഴിച്ച വെള്ളമാണ്. അപ്പോൾ നമുക്കത് അരയ്ക്കാനായിട്ട് എടുക്കാം. ഇത് അടച്ച് വെക്കുന്നുണ്ട് അവിടെ. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അരയ്ക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ മിക്സർ ജാറിലേക്ക് പകുതിയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ല മിനുസമായി അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ രണ്ടാമതും അതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് ആ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കും അരയ്ക്കുന്ന പോലെ 8 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ രാത്രിയിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ രാവിലെ നമ്മളിത് കുതിരാനായിട്ട് വെച്ചിട്ട് ഉച്ചയ്ക്ക് അരച്ച് വെക്കാം. അല്ല രാവിലേക്കാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മളിത് കുതിരാനായിട്ട് വെച്ചതിന് ശേഷം രാത്രി അരച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതേ പിറ്റേ ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ അത് പൊന്തി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തട്ടിലേക്ക് എണ്ണയൊക്കെ തൊട്ട് തുടച്ചതിന് ശേഷം നമ്മളിത് മാവ് കുറേശ്ശെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതായി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ റാഗി കൊണ്ട് ഇഡ്ഡലി ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് സവോളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടുള്ള ചമ്മന്തിയാണ് അരയ്ക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചമ്മന്തിയും നമ്മൾ അരച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും അതുപോലെ തന്നെ ഈ ചമ്മന്തിയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റി എന്ന് മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ അനുപാതത്തിൽ ഞാൻ എടുത്ത ഈ അളവുണ്ടല്ലോ, 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് റാഗിക്ക് 1/2 ഗ്ലാസ് അരിയും 1/4 ഗ്ലാസ് ഉഴുന്നും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കൂ. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, സോഫ്റ്റാണ്, നല്ല റാഗി ഇഡ്ഡലി. നിങ്ങൾക്ക് ഇഷ്ടമായോ?